നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംരംഭകർക്ക് പുത്തൻ ഉണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്നുവന്നിരുന്ന തൃശൂർ സഹോദയ CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. ആദ്യ ദിനം മുതൽ പോയിന്റ് നിലയിൽ തുടർന്ന മേധാവിത്വത്തോടെ എരവിമംഗലം BVB വിദ്യാമന്ദിർ ഓവറോൾ കിരീടം നേടി. മുളങ്കുന്നത്തുകാവ് KMB വിദ്യാമന്ദിർ രണ്ടാമതെത്തി. സമൃദ്ധിയുടെ പൂവിളികളുമായി വെള്ളിയാഴ്ച അത്തം. അത്തം 10 പൊന്നോണം. ഓണത്തെ വരവേൽക്കാനുള്ള ആവേശത്തിൽ മലയാളി സമൂഹം. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകരുന്ന ഗുരുനാഥരെ ആദരിച്ച് അധ്യാപക ദിനാഘോഷം. വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടന്നു. വിശദമായ വാർത്തയിലേക്ക്. സംരംഭകർക്ക് പുത്തനുണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ. മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ. പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണെന്ന് അദ്ദേഹം പറഞ്ഞു. റൈറ്റ് ഓഫ് പേയിൽ കിട്ടേണ്ട കേന്ദ്ര ആനുകൂല്യം നേടിയെടുക്കാൻ COAയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഈ റൈറ്റ് ഓഫ് പേയിൽ നിങ്ങൾക്ക് ISPക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കൂടി ലഭിക്കണം എന്ന ഒരു തീരുമാനമുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിൽ ഉണ്ടാകേണ്ട ഒരു തീരുമാനമാണ്, അവരെടുക്കേണ്ട തീരുമാനമാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ പറയുന്നു, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. കേരള വിഷന്റെ OTT പ്ലാറ്റ്ഫോമായ കേരള വിഷൻ എക്സ്ട്രാ എന്റർടൈൻമെന്റ് എന്ന കീയുടെ കൊമേഴ്സ്യൽ ലോഞ്ചിംഗ് MLA P ബാലചന്ദ്രൻ നിർവഹിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ 10 കമ്പനികൾ എടുത്താൽ ആ 10 കമ്പനികളിൽ 2 കമ്പനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിച്ചു വളർന്നു വലുതായ കേരള വിഷൻ നേതൃത്വം കൊടുക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വം കൊടുക്കുന്ന 2 കമ്പനികളാണ് ഇന്ത്യയിലെ 10 കമ്പനികളുടെ പട്ടികയിൽ നിൽക്കുന്നത് എന്നുള്ളിടത്ത് നമ്മുടെ അഭിമാനം, നമ്മുടെ സന്തോഷം, നമ്മുടെ വികാരങ്ങൾ അവിടെ പൂവണിയുകയാണ്. സംരംഭകർക്ക് മുന്നിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയത്തിൽ ഇസാഫ് ബാങ്ക് MD പോൾ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. മേയർ MK വർഗീസ്, KCCL ആൻഡ് KVBL ചെയർമാൻ K ഗോവിന്ദൻ, മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ, N പത്മകുമാർ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, TCCL ചെയർമാൻ ഷകിലൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24/7 MD M അബൂബക്കർ സിദ്ദിഖ്, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ PS സിബി, MD പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCTV. പഴുന്നാനയിൽ നിന്നും കുന്നംകുളം എക്സൈസ് സംഘം വാഷ് പിടികൂടി. പഴുന്നാന പറപ്പൂക്കാവ് ക്ഷേത്രത്തിന് പടിഞ്ഞാറു ഭാഗത്തെ 1000 കുളം പാടത്ത് സൂക്ഷിച്ചിരുന്ന 160 ലിറ്റർ വാഷാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വാഷ് കണ്ടെത്തിയത്. ഓണത്തിന് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ചാരായം മാറ്റുന്നതിനായി സൂക്ഷിച്ചതാണ് പിടികൂടിയ വാഷ്. സംഭവത്തിൽ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായതായും ഉടൻ അറസ്റ്റിലാകുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റാഫി, ആനന്ദ്, ഇജാസ് എന്നിവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്നുവന്നിരുന്ന തൃശൂർ സഹോദയ CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. ആദ്യ ദിനം മുതൽ പോയിന്റ് നിലയിൽ തുടർന്ന മേധാവിത്വത്തോടെ എരവിമംഗലം BVB വിദ്യാമന്ദിർ ഓവറോൾ കിരീടം നേടി. ട്രാക്കിലും ഫീൽഡിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് 176 പോയിന്റുകളുമായാണ് എരവിമംഗലം BVB വിദ്യാമന്ദിർ കിരീടം നേടിയത്. മുളങ്കുന്നത്തുകാവ് KMB വിദ്യാമന്ദിർ 143 പോയിന്റോടെ രണ്ടാമതെത്തി. തൃശൂർ ദേവമാത 120 പോയിന്റുകൾ നേടി 3ാം സ്ഥാനം നേടി. സമാപന സമ്മേളനത്തിൽ SSCT പ്രസിഡന്റ് MK രാമചന്ദ്രൻ അധ്യക്ഷനായി. സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ മുഖ്യാതിഥിയായി.
സഹോദയ രക്ഷാധികാരി എം ദിനേഷ് ബാബു കായികമേള ജേതാക്കളെ പ്രഖ്യാപിച്ചു. ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ മാനേജർ ഫാദർ വിജു കോലങ്കണ്ണി, ഷെമീം ബാവ തുടങ്ങിയവർ സംസാരിച്ചു. വ്യക്തിഗത ചാമ്പ്യന്മാർക്കുള്ള ട്രോഫികളുടെ വിതരണവും നടന്നു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെ ഇത്തവണത്തെ കായികമേളയ്ക്ക് സമാപനമായി. 3 ദിവസങ്ങളിലായി കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്ന കായികമേളയിൽ ജില്ലയിലെ 61 CBSE സ്കൂളുകളിൽ നിന്നുള്ള 2000ഓളം കായിക പ്രതിഭകളാണ് മാറ്റുരച്ചത്. വാശിയേറിയതും കായികരംഗത്ത് വലിയ പ്രതീക്ഷ നൽകുന്നതുമായ മത്സരങ്ങൾക്കാണ് കുന്നംകുളം മോഡൽ ബോയ്സ് സ്കൂളിന്റെ സിന്തറ്റിക് ട്രാക്ക് സാക്ഷ്യം വഹിച്ചത്. മികച്ച പരിശീലന തുടർച്ച ലഭിച്ചാൽ ഇനിയുമേറെ മുന്നോട്ടു പോകാൻ ഈ താരങ്ങൾക്ക് സാധിക്കുമെന്ന് ഇവരുടെ പ്രകടനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. CCTV ന്യൂസ്, കുന്നംകുളം. കാപ്പ നിയമപ്രകാരം ചക്കംകണ്ടം സ്വദേശിയെ നാടുകടത്തി. രാമൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന കരുമത്തിൽ വീട്ടിൽ ദീപകിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP TS സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും 1 വർഷത്തേക്ക് പ്രതിയെ നാടുകടത്തി. ജില്ലയിലെ ചാവക്കാട്, ടെമ്പിൾ, ഗുരുവായൂർ, വടക്കേക്കാട്, കുന്നംകുളം എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 10ഓളം കേസുകളിലെ പ്രതിയായിരുന്നു ദീപക്. നരഹത്യാശ്രമം, ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഭീഷണിപ്പെടുത്തൽ, കഞ്ചാവ് വിൽപ്പന തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കഞ്ചാവ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നവർക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള ശക്തമായ നിയമ നടപടികൾ തുടർന്നും സ്വീകരിക്കുമെന്ന് ഗുരുവായൂർ ACP TS സിനോജ് അറിയിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ തുടർച്ചയായി കൗൺസിലറായ തന്നെ അപമാനിക്കുകയും മറ്റ് കൗൺസിലർമാർക്ക് നൽകുന്ന പരിഗണന നൽകുന്നില്ലെന്നും കൗൺസിലർ ലബീബ് ഹസൻ പൊതുചടങ്ങിൽ വെച്ചായിരുന്നു വാർഡ് കൗൺസിലറുടെ പ്രതികരണം. വ്യാഴാഴ്ച നഗരസഭാ ഓഫീസിൽ നടന്ന മിനി കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വാർഡ് കൗൺസിലർ കൂടിയായ തന്നെ ക്ഷണപത്രികയിലെ ഫോട്ടോകളിൽ നിന്നും ഫലകത്തിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ലബീബ് ഹസൻ പറയുന്നത്. നഗരസഭയുടെ ഓഫീസ് ഉൾപ്പെടെ നിൽക്കുന്ന വാർഡിലെ കൗൺസിലറായ തന്നെ കൗൺസിലിന്റെ തുടക്കം മുതലേ വാർഡിൽ നഗരസഭ നടത്തുന്ന പരിപാടികളിൽ ഒന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നും ലബീബ് ഹസൻ പറഞ്ഞു. പിന്നീട് ഈ വിഷയത്തിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുകയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. സോമശേഖരൻ, കോൺഗ്രസ് പാർട്ടി കക്ഷി നേതാവ് ബിജു C. ബേബി എന്നിവർ ചെയർപേഴ്സണുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് പരിപാടികളിൽ ആശംസാ പ്രസംഗത്തിനായി ഉൾപ്പെടുത്താൻ തുടങ്ങിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുന്നംകുളം നഗരസഭയുടെ പരിപാടികളിൽ ആശംസകനായി ഉൾപ്പെടുത്താറുണ്ടെങ്കിലും പരിപാടിയുടെ പോസ്റ്ററിൽ എൻ്റെ പടം വയ്ക്കാറില്ല. അതുപോലെ തന്നെ പരിപാടിയുടെ ഫലകങ്ങളിൽ എൻ്റെ പേര് ഉൾപ്പെടുത്താറില്ല. അക്കാലത്ത് ബഹുമാനനായ നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ T. സോമശേഖരനും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് ശ്രീ ബിജു C. ബേബിയും നഗരസഭാ ചെയർമാനെ കണ്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും സമരപരിപാടികൾ സംഘടിപ്പിച്ചതിൻ്റെയും പ്രതിഷേധം അറിയിച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആശംസകനായി പോലും ഉൾപ്പെടുത്തിയത്. മറ്റു വാർഡുകളിലൊക്കെ പരിപാടി നടക്കുന്ന വാർഡിലെ കൗൺസിലറുടെ ഫോട്ടോ ക്ഷണപത്രികയിലും പേര് ഫലകത്തിലും ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവരോടൊപ്പം ഉൾപ്പെടുത്തുക പതിവുള്ളതാണ്. നഗരസഭാ കോമ്പൗണ്ടിൽ കുട്ടികളുടെ പാർക്കിനോട് ചേർന്ന് നിർമ്മിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിലും നഗരസഭാ ഓഫീസിലെ 1ാം നിലയിലെ കുടുംബശ്രീ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിലും തഴയപ്പെട്ടതിനെ തുടർന്നാണ് വ്യാഴാഴ്ച നഗരസഭാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ആശംസകനായി ഉൾപ്പെടുത്തിയ ലബീബ് ഹസൻ തന്റെ ആശംസാ പ്രസംഗത്തിൽ തന്നോട് മാത്രം കാണിക്കുന്ന അവഗണനയെക്കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട MLA AC മൊയ്തീൻ ഈ വിഷയം പരിഹരിക്കണമെന്നും നഗരസഭാ ഭരണത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ടാകണമെന്നും അവഗണന പരിശോധിച്ച് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെയർപേഴ്സന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും പൊതുവേദിയിൽ അറിയിച്ചതായും ലബീബ് ഹസൻ പറഞ്ഞു. CCTV ന്യൂസ്, കുന്നംകുളം. ചാവക്കാട് പുതിയ പാലത്തിന് മുകളിൽ രൂപപ്പെട്ട വലിയ കുഴി അപകട ഭീഷണിയാകുന്നു. ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഈ വഴി കടന്നുപോകുന്നത്. ഇരുചക്ര, മുച്ചക്ര വാഹനയാത്രികരാണ് കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടുന്നത്. പാലത്തിലെ കുഴി കഴിഞ്ഞ ദിവസം സമീപത്തെ വ്യാപാരികൾ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും കുഴി രൂപപ്പെട്ടു. പാലത്തിന് ബലക്ഷയം സംഭവിച്ചതിനാലും വീതി കുറവായതിനാലും കാൽനടയാത്രക്കാർക്കും ഇത് അപകട ഭീഷണിയാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ കുഴിയടച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും ഈ പാലത്തിന് മുകളിൽ കുഴി ഉണ്ടാവും. മിക്ക വർഷം ഞങ്ങൾ അടക്കാറുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം 3-4 വർഷം മുന്നേ ഒരുമിച്ച് അടച്ചാണ് എല്ലാ വർഷവും. എന്നാൽ കുഴിയൊക്കെ കുറച്ച് നാൾ 4-5 മാസം നിൽക്കും. ഇപ്രാവശ്യം കുഴി അടച്ചു. പക്ഷേ പെട്ടെന്ന് വലിയ മഴ പെയ്തു. ഭയങ്കര മഴ പെയ്തപ്പോൾ ആ കുഴി പഴയ പോലെ ആയി. അധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് പാലത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു ബസ് വന്ന് നിന്നാൽ 2 ബസ് ഒലിച്ച് കഴിഞ്ഞാൽ നടക്കാനുള്ള വഴിയില്ല. പിന്നെ മുട്ടി ആ പാലത്തിനോട് നമ്മൾ നടക്കണം.
അതൊക്കെ നല്ല നീറ്റായിട്ട് അടക്കണം. അത് നമ്മളൊക്കെ താൽക്കാലികം അടക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ കുറച്ച് പൈസ ചിലവാക്കി എല്ലാം കാര്യം ചെയ്തു, പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. പെട്ടെന്ന് മഴ പെയ്ത കാലം പോയി. അപ്പം അത് പ്രത്യേകം അധികാരികളെ നോക്കി ചെയ്യേണ്ടതാണ്. പ്രമുഖ സിനിമ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഖാദർ കൊച്ചന്നൂരിനും അനുഷ്ഠാന കലാകാരൻ കുഞ്ഞുമോൻ തെക്കേക്കാടിനും പുന്നീർകുളം യുവ കലാസാഹിതിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം ഒരുക്കുന്നു. സെപ്റ്റംബർ 13 വെള്ളിയാഴ്ച രാവിലെ 11 നടക്കുന്ന ചടങ്ങ് സംഘാടന സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ ഉദ്ഘാടനം ചെയ്യും. യുവകലാസാഹിതി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാരെ വീട്ടിലെത്തി ഓണാശംസ അറിയിച്ച് ആദരിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായാണ് ഇരുവരെയും ആദരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗവും നോവലിസ്റ്റുമായ ഹനീഫ കൊച്ചന്നൂർ, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി KK ജ്യോതിരാജ്, പ്രസിഡന്റ് KM ഉണ്ണികൃഷ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി VM മനോജ് തുടങ്ങിയവർ പങ്കെടുക്കും. 50 വർഷത്തിലേറെയായി മലയാള തമിഴ് സിനിമകളുടെ നിശ്ചല ഛായാഗ്രാഹകനാണ് ഖാദർ കൊച്ചന്നൂർ. പ്രസ്തുത മേഖലയിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഇദ്ദേഹം ഇപ്പോഴും തന്റെ കലാസപര്യയിൽ സജീവമാണ്. കപ്ലിയങ്ങാട് ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്ന കുഞ്ഞുമോൻ തെക്കേക്കാട് ഗ്രാമീണ നാടോടി കലാകാരനും പാരമ്പര്യ ആയുർവേദ ചികിത്സകനുമാണ്. 50 വർഷത്തിലേറെയായി പ്രസ്തുത പ്രവർത്തനങ്ങളിൽ സജീവമാണ്. CCTV ന്യൂസ് പുന്നൂർകുളം. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിൽ ഒഴിവുള്ള 2 സ്ഥാനത്തേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത 2 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച നടക്കും. ദേവസ്വം ജീവനക്കാരുടെ പ്രതിനിധിയായി C മനോജും കേരള കോൺഗ്രസ് പ്രതിനിധിയായി മനോജ് B നായരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇരുവരും കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങളായിരുന്നു. വൈകിട്ട് 4:30 ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പുതിയ അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ വായിക്കും. ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇവർ ചുമതലയേൽക്കുന്നതോടെ ഭരണസമിതിയിൽ 8 അംഗങ്ങളാകും. 9 അംഗ ഭരണസമിതിയിൽ ജനതാദൾ പ്രതിനിധി സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. കുന്നംകുളത്ത് അനധികൃതമായി പ്രവർത്തിച്ച ഹോട്ടൽ നഗരസഭ ആരോഗ്യ വിഭാഗം അടപ്പിച്ചു. പരാതി ഉയർന്ന സാഹചര്യത്തിലായിരുന്നു നഗരസഭയുടെ നടപടി. അനധികൃതമായി പ്രവർത്തിച്ച ഹോട്ടൽ കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും ചേർന്ന് അടപ്പിച്ചു. യേശുദാസ് റോഡിൽ പ്രവർത്തിച്ച കഫേ അങ്ങാടി ഹോട്ടലാണ് അനധികൃതമായി കേരള മുനിസിപ്പാലിറ്റി നിയമം ലംഘിച്ചുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ നഗരസഭ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി നോട്ടീസ് പതിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 16 മുതൽ മുനിസിപ്പാലിറ്റി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വ്യാഴാഴ്ച വൈകിട്ട് സ്ഥലത്തെത്തിയ കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും ചേർന്ന് ഹോട്ടലിന് മുന്നിൽ നോട്ടീസ് പതിക്കുകയും ഹോട്ടൽ അടച്ചുപൂട്ടുകയും ചെയ്തത്. അനധികൃതമായി ഹോട്ടലിലേക്ക് പ്രവേശിക്കുകയോ ഹോട്ടലിന്റെ പൂട്ട് തകർക്കുകയോ ചെയ്യരുതെന്ന് നോട്ടീസിൽ പരാമർശിച്ചിട്ടുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PA വിനോദ്, K രഞ്ജിത്ത്, S രശ്മി, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ബിജു, സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൻപള്ളി ഗ്രാമീൺ റോഡിൽ ജയാനിവാസിൽ ജയകൃഷ്ണനാണ് മരിച്ചത്. 42 വയസ്സാണ്. ബുധനാഴ്ച രാത്രി ഗുരുവായൂർ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയതായിരുന്നു. രാവിലെ 6:30യോടെയാണ് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിവാഹിതനാണ്. കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയായിരുന്ന പരേതനായ VT മായാമോഹനനാണ് പിതാവ്. ഇന്ദിര മാതാവും ജയശ്രീ സഹോദരിയുമാണ്. കുന്നംകുളം നഗരസഭാ കൃഷിഭവനിൽ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ഒരുക്കുന്ന പോഷക തോട്ടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. കൃഷിഭവനിൽ നടന്ന ചടങ്ങ് വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ സജിനി പ്രേമൻ, വാർഡ് കൗൺസിലർ ലീല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ S ജയൻ പരിശീലനവും പദ്ധതി വിശദീകരണവും നടത്തി. കൃഷി ഉദ്യോഗസ്ഥരായ YS അനിൽകുമാർ, സ്നേഹ വി ജോസ് എന്നിവർ പങ്കെടുത്തു. കൃഷിഭവനിലെ തെരഞ്ഞെടുത്ത 57 കർഷകർക്ക് ആദ്യഘട്ടം എന്ന നിലയിൽ പച്ചക്കറി തൈകൾ, ഫ്രൂട്ട് പ്ലാന്റ്സ് എന്നിവയുടെ തൈകളും ജൈവവളങ്ങളുമടങ്ങിയ കിറ്റ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു. 2.5 സെന്റ് സ്ഥലത്താണ് കൃഷി ആരംഭിക്കുന്നത്. പച്ചക്കറി, ഫലവൃക്ഷം, ചെറുധാന്യങ്ങൾ എന്നിവ സംയോജിപ്പിച്ചാണ് കൃഷി. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പച്ചക്കറിക്കും ചെറുധാന്യങ്ങൾക്കും മുൻഗണന നൽകി സ്വയം പര്യാപ്ത ആരോഗ്യ ഭക്ഷണം ഉറപ്പാക്കാൻ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന മിഷനാണ് പോഷക സമൃദ്ധി. ഇപ്പോൾ നേരത്തെ വൈസ് ചെയർപേഴ്സൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാർഷിക വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനം
നഗരസഭ നടത്തുന്ന പദ്ധതികൾ എന്താണെന്നുള്ളത് കൃത്യമായി അത് ജനങ്ങളിൽ എത്തിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇന്ന് നമുക്ക് പ്രാപ്തമായ ഒരു മികവുറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന കൃഷി ഓഫീസറും ഒരു അസിസ്റ്റന്റ് കൃഷി ഓഫീസറും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം. CCTV ന്യൂസ് കുന്നംകുളം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. എരുമപ്പെട്ടി ഫൊറോന പള്ളി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം കിഴക്കേ അങ്ങാടിയിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, MM നിഷാദ്, അജു നെല്ലുവായ്, K ഗോവിന്ദൻകുട്ടി, ഫ്രിജോ വടക്കൂട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന മലായ അബൂബക്കർ ഹാജിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി വോക്കിംഗ് ഗ്രൗണ്ട് കമ്മിറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക ജില്ലാ കളക്ടർക്ക് കൈമാറി. സെൽവൻ പഴഞ്ഞി, സത്യൻ സംഗീത, ചന്ദ്രൻ ഐനൂർ എന്നിവർ സംബന്ധിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുക സ്വീകരിച്ചു. പഴഞ്ഞിയിലെ പ്രഭാത സവാരിക്കാർ വിദ്യാലയത്തിനായും ഗ്രൗണ്ടിനായും നിരവധി പ്രവർത്തനങ്ങൾ നടത്തി നാടിന്റെ പിന്തുണ നേടിയ കൂട്ടായ്മയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് വയനാടിന് കൈത്താങ്ങ് നൽകുവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക നൽകിയത്. ചാവക്കാട് മണത്തല ഐനിപ്പുള്ളിയിൽ യുവതിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പരപ്പിൽ താഴം അംഗൻവാടിക്കടുത്ത് കരുമത്തിൽ സുനിൽകുമാറിന്റെ ഭാര്യ ശില്പയെയാണ് മരിച്ച നിലയിൽ കണ്ടത്. 35 വയസ്സാണ്. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. വീടിന്റെ അടുക്കള ഭാഗത്തെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ മണത്തല ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി ഓണവിശേഷം. സമൃദ്ധിയുടെ പൂവിളികളുമായി വെള്ളിയാഴ്ച അത്തം. അത്തം 10-ന് പൊന്നോണം. ഇനി ഓണത്തെ വരവേൽക്കാനുള്ള ആവേശത്തിലാണ് മലയാളികൾ. മലയാളിക്ക് ഓണം വെറുമൊരു ആഘോഷം മാത്രമല്ല, മറിച്ച് അതൊരു വികാരവുമാണ്. മലനാടിന്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവേലിന്റെ പൂക്കാലമായി. കർക്കിടകത്തിന്റെ മഴത്തോറ്റം രാമായണശീലുകളായി പട്ടാഭിഷേകമാടിയ തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമുട്ടുകൾ വിരിയുകയായി. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം ദിനം വന്നെത്തിയാൽ പിന്നെ ഓണം കളറാക്കാനുള്ള ആഘോഷ തിമിർപ്പിലാണ് മലയാളികൾ. മാവേലി മന്നനെ വരവേൽക്കുവാൻ ഓരോ വീട്ടിലും പൂക്കളമൊരുങ്ങും. കാട്ടിലും മേട്ടിലും നടന്ന് ശേഖരിച്ച പൂക്കളുടെ കാലം നീങ്ങിയെങ്കിലും അന്യനാടുകളിൽ നിന്നും വിൽപ്പനയ്ക്കായി എത്തുന്ന പൂക്കൾക്കൊപ്പം തന്നെ നമ്മളും പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചതിന്റെ വർണ്ണങ്ങളാൽ പൂക്കളമൊരുങ്ങും. വ്യാപാര സ്ഥാപനങ്ങളിലും ഇനി തിരക്കേറും. ഓണക്കോടിയില്ലാതെ മലയാളിക്ക് എന്തോണാഘോഷം? പുതുവസ്ത്രങ്ങൾ വാങ്ങാനും നേന്ത്രക്കുലകൾ വറുത്തുപേരി തുടങ്ങി ഓണവിഭവങ്ങൾ ഒരുക്കാനും ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്കോട് തിരക്കാണ് മലയാളക്കരയ്ക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കപ്പുറം മനം നിറഞ്ഞ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ഓണക്കോടിയും അണിഞ്ഞ് കേരളക്കര മാവേലി മന്നനെ വരവേറ്റ് തിരുവോണം ആഘോഷിക്കും. ന്യൂസ് ഡെസ്ക് CCTV. ചൂണ്ടൽ പഞ്ചായത്തിലെ 16-ാം വാർഡ് തായങ്കാവിൽ യുവ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഓണത്തിന് ഒരു കുട്ടപ്പൂവ് എന്ന ക്യാമ്പയിന്റെ വിളവെടുപ്പ് പഞ്ചായത്ത് അംഗം NS ജിഷ്ണു ഉദ്ഘാടനം ചെയ്തു. 25 സെന്റ് വരുന്ന സ്ഥലത്താണ് യുവ കർഷകരായ NV സുരേഷ്, KC വേണുഗോപാൽ എന്നിവർ ചേർന്ന് ചെണ്ടുമല്ലിപ്പൂ കൃഷി ഇറക്കിയത്. ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള പൂക്കളാണ് തോട്ടത്തിൽ വിളഞ്ഞിട്ടുള്ളത്. മേലേക്കാവ് ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് CD പരമേശ്വരൻ, നടുവട്ടം പൂരസമുദായം പ്രസിഡന്റ് ചന്ദ്രൻ വട്ടംപറമ്പിൽ, സ്ഥലം ഉടമ സുഗതൻ പൊന്നരാശ്ശേരി, VJ തോംസൺ, കർഷകരായ NV സുരേഷ്, KC വേണുഗോപാൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങളിൽ പൂക്കളമൊരുക്കാനുള്ള പൂവ് സൗജന്യമായി നൽകാനൊരുങ്ങി ജനപ്രതിനിധി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് PV നിവാസാണ് തന്റെ വാർഡിലുള്ളവർക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും പൂക്കളമൊരുക്കാനുള്ള പൂവ് സൗജന്യമായി നൽകുന്നത്. മറ്റത്ത് തന്റെ വീടിനോട് ചേർന്നുള്ള 15 സെന്റ് സ്ഥലത്ത് നട്ടുനനച്ച് വളർത്തിയ ചെണ്ടുമല്ലി ചെടികളിൽ നിന്നുള്ള പൂക്കളാണ് ഓണപ്പൂക്കളം ഒരുക്കാനായി നൽകുന്നത്. ആദ്യകാലങ്ങളിൽ നാടൻ പൂക്കൾ ഉപയോഗിച്ചാണ് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുക്കിയിരുന്നത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ചൂഷണവും മൂലം നാടൻ പൂക്കളുടെ ലഭ്യത കുറവുണ്ടായതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള പൂക്കളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. വലിയ വില കൊടുത്ത് പൂക്കൾ വാങ്ങാൻ സാധാരണക്കാരന് കഴിയാത്ത സാഹചര്യത്തിൽ
ഓണക്കാലത്ത് പല വീട്ടുമുറ്റങ്ങളും പൂക്കളമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമായിരുന്നു. ഇതിന് പരിഹാരമായി പലയിടത്തും ചെണ്ടുമല്ലി കൃഷി നടത്തുകയും ചെറിയ ലാഭമെടുത്ത് വിൽപ്പന നടത്തുന്നതും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. എന്നാൽ സ്വന്തം വരുമാനത്തിൽ നിന്ന് വാങ്ങിയ ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ തന്റെ കൃഷിയിടത്തിൽ നട്ടുവളർത്തി പൂക്കൾ സൗജന്യമായി നൽകുക എന്ന വേറിട്ട ആശയം നടപ്പിലാക്കുകയാണ് അഡ്വക്കേറ്റ് PV നിവാസ്. ഏകദേശം 800ഓളം ചെണ്ടുമല്ലി തൈകളാണ് നട്ടിരുന്നതെന്ന് നിവാസ് പറഞ്ഞു. പൂക്കളൊരുക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീടിൻ്റെ മുന്നിൽ തന്നെയാണ് ഇത് കൃഷിയിടം വെച്ചത്. ഉദ്ദേശം ഒരു 10-800 തൈയോളം നട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും വലിയ മോശമല്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വിൽപ്പനയ്ക്കല്ലാണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് പൂന്തോട്ടത്തിൽ വന്നിട്ട് പൂ പറിക്കാൻ വേണ്ടി ഒരു അവസരമാണ് ഈ അവസരത്തിൽ ഞാൻ ഒരുക്കുന്നത്. അപ്പോൾ വാർഡിലും സമീപത്തുള്ള എല്ലാ ചെറിയ കുട്ടികൾക്കും വന്നിട്ട് അവരുടെ വീട്ടിലേക്ക് അത്തപ്പൂക്കൾ ഒരുക്കാൻ വേണ്ടി യാതൊരു ചെലവുമില്ലാണ്ട് വന്ന് ഇവിടുന്ന് പറിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. മഴയും മയിലും ചേർന്ന് കുറേ ചെടികൾ നശിപ്പിച്ചുവെങ്കിലും ബാക്കിയുള്ളവ വാർഡിലുള്ളവർക്കും സമീപ പ്രദേശത്തുള്ളവർക്കും പൂക്കളമൊരുക്കാൻ സൗജന്യമായി പൊട്ടിച്ചെടുക്കാമെന്നും നിവാസ് വ്യക്തമാക്കി. 11ാം വാർഡിലെ 32ാം നമ്പർ ഹരികന്യക അംഗൻവാടിയിലെ കുരുന്നുകൾക്കൊപ്പം ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് അഡ്വക്കേറ്റ് PV നിവാസ് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിളവെടുപ്പ് നടത്തിയ പൂക്കൾ അംഗൻവാടിയിലേക്ക് കുരുന്നുകൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. CCTV ന്യൂസ്, കേച്ചേരി. ചാവക്കാട് നഗരസഭ 22ാം വാർഡ് മടയക്കടവിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മേലേപ്പുര സാവിത്രിക്ക് പൂക്കൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KC മണികണ്ഠൻ, കൌൺസിലർമാരായ KP രഞ്ജിത് കുമാർ, ഗിരിജ പ്രസാദ്, ഉമ്മു ഹുസൈൻ, രമ്യ ബിനീഷ്, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണത്തെ വരവേൽക്കാൻ എളവള്ളിയിൽ പൂവിളി ഉയർന്നു. പൂക്കളങ്ങൾ തീർക്കാൻ പൂകൃഷിയിലൂടെ വിജയഗാഥ രചിക്കുകയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളും നിറപ്പൊലിമ വനിതാ കൂട്ടുസഹായ സംഘവും. കാക്കശ്ശേരി പ്രദേശത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് നിറപ്പൊലിമ കൃഷിയിറക്കിയത്. 1000 ചെണ്ടുമല്ലി തൈകളാണ് സംഘം കൃഷിയിറക്കിയത്. അത്തം മുതൽ 10 ദിവസത്തെ വിൽപ്പനയ്ക്കായി കുടുംബശ്രീ ചന്തയെയാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി അധ്യക്ഷയായി. സരസ്വതി അജയൻ, ബിന്ദു അജിതൻ, ഉദയ അനിൽകുമാർ, കല്യാണി ഗംഗാധരൻ എന്നിവരാണ് കൃഷിക്ക് നേതൃത്വം നൽകിയത്. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ ഓണത്തിന് ഒരു വട്ടിപ്പൂവ് പദ്ധതി എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് അംഗം സുരേഷ് കരുമത്തിൽ, പ്രധാന അധ്യാപകൻ K സജീന്ദ്രമോഹൻ, അധ്യാപകരായ പ്രിൻസി തോമസ്, ജിനി പോൾ, നിജി ജോസഫ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂരിൽ നാടക കലാകാരന്മാർ ഓണം ആഘോഷിച്ചു. നടീനടന്മാരുടെയും സാങ്കേതിക പ്രവർത്തകരുടെയും സംഘടനയായ അരങ്ങും അണിയറയുമാണ് നാടകീയോണം എന്ന പേരിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. നടൻ ശിവജി ഗുരുവായൂരിന്റെ വീട്ടുമുറ്റത്തെ സ്നേഹക്കൂടിൽ നടന്ന ആഘോഷ പരിപാടികൾ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. അരങ്ങും അണിയറയും പ്രസിഡന്റ് ബിജു രാജഗിരി അധ്യക്ഷനായി. മുഖ്യ രക്ഷാധികാരി രഘുരാമ പണിക്കർ തിരിച്ചറിയൽ കാർഡ് ഏറ്റുവാങ്ങി 100ഓളം പേർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. അംഗങ്ങളുടെ പേര്, വിവരങ്ങളടങ്ങിയ ഡയറക്ടറി വിതരണവും ഓണസദ്യയും ഉണ്ടായി. ശിവജി ഗുരുവായൂർ, സുധീർ ബാബു, വിജയൻ ചാത്തന്നൂർ, ശശി എടശ്ശേരി, ദീപാദീപ്തി, ബഷീർ വടക്കൻ, ദാസ് പള്ളിപ്പുറം, നാദം പൈജു തുടങ്ങിയവർ സംസാരിച്ചു. പുന്നിയൂർക്കുളം പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വനിതാ ഗ്രൂപ്പുകൾ നടത്തിയ പൂകൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് നടന്നു. മുറ്റത്തൊരു പൂവാടി പദ്ധതിയിൽ വനിതാ ഗ്രൂപ്പുകൾക്ക് നൽകിയ ചെണ്ടുമല്ലി പൂക്കളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം വാർഡ് 6 പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ നിർവഹിച്ചു. കൃഷി അസിസ്റ്റന്റ് ശില്പ, JLG ഗ്രൂപ്പ് അംഗം ഉഷ, കൃഷിഭവൻ ജീവനക്കാരായ മേഘന, നിവേദിത, JLG ഗ്രൂപ്പ് അംഗങ്ങൾ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ ചെയർപേഴ്സൺ ഗിരിജ രാജൻ സ്വാഗതവും ജയ, സരസ്വതി നന്ദിയും പറഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്ത് ചിറക്കൽ 14ാം വാർഡ് മുത്താളി വീട്ടിൽ സതീഷിന്റെ ചെണ്ടുമല്ലി തോട്ടത്തിന്റെ വിളവെടുപ്പ് നടന്നു. വാർഡ് മെമ്പർ അബ്ദുൾ റഷീദ് വിളവെടുപ്പ് നടത്തി. സതീഷിന് സ്വന്തമായുള്ള 6 സെന്റ് ഭൂമിയിൽ കൃഷിഭവനിൽ നിന്ന് ലഭിച്ച മഞ്ഞയും ചുവപ്പും ചെണ്ടുമല്ലി തൈകളാണ് കൃഷി ചെയ്തത്. കുടുംബാംഗങ്ങളും അയൽവാസികളും ചടങ്ങിൽ പങ്കെടുത്തു.
പുഷ്പനഗരം പുഷ്പകൃഷിയുടെ രണ്ടാം ഘട്ടത്തിലും തദ്ദേശീയമായി ചെണ്ടുമല്ലി കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭയിലെ കർഷകർ. അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീയും സംയുക്തമായാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. 25 ക്ലസ്റ്ററുകളിലായി 20,000 തൈകളാണ് നഗരസഭ വിതരണം ചെയ്തത്. മികച്ച വിളവാണ് ലഭിച്ചത്. ജനകീയാസൂത്രണം വാർഷിക പദ്ധതി വഴി നടപ്പിലാക്കുന്ന പുഷ്പകൃഷിയുടെ നഗരസഭാതല ഉദ്ഘാടനം പൂക്കോട് കൃഷിക്കൂട്ടം സിന്ധു ശശിധരന്റെ കൃഷിയിടത്തിൽ നടന്നു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ AM ഷെഫീർ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർമാരായ ഫാരിജ റഹ്മാൻ, VC രജിന എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ TS അഭി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് കൃഷിഭവൻ ചെണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് നടത്തി. നടുവിലങ്ങാടി ചിറ്റിലപ്പള്ളി മണികണ്ഠന്റെ 1/2 ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ബൈജു ഫ്രാൻസിസ് പദ്ധതി വിശദീകരണം നടത്തി. പങ്കജാക്ഷൻ, അനന്തകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് B സ്വപ്ന തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രസിദ്ധമായ തൃക്കാക്കര അത്തച്ചമയ മഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം വെള്ളിയാഴ്ച രാവിലെ മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. മറ്റു വാർത്തകളിലേക്ക്. ആരോഗ്യമുള്ള ജനത വിഷരഹിത പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി വീട്ടുമുറ്റത്ത് അടുക്കളത്തോട്ടം പദ്ധതിക്ക് ചൂണ്ടൽ പഞ്ചായത്തിൽ തുടക്കമായി. കേരള സംസ്ഥാന സർക്കാരിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി 5 സെന്റ് ഭൂമി സ്വന്തമായുള്ള കർഷകർക്കാണ് പോഷക സമൃദ്ധിയുടെ ഭാഗമായി അടുക്കളത്തോട്ട നിർമ്മാണത്തിനാവശ്യമുള്ള ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ, ജൈവ കീടനാശിനികൾ, പൊതുമാർക്കറ്റിൽ 800 രൂപയുള്ള കിറ്റുകൾ എന്നിവ 300 രൂപയ്ക്ക് കർഷകർക്ക് വിതരണം ചെയ്തത്. പോഷക സമൃദ്ധി കിറ്റിൽ ഹൈബ്രിഡ് പച്ചക്കറി തൈകളായ നിത്യവഴുതന, കോവൽ, മലബാർ ചീര, റെഡ് ലേഡി പപ്പായ, ചെറുനാരങ്ങ, ജൈവ കീടനാശിനി വളങ്ങളായ ഡോളോമെറ്റ്, സമ്പൂർണ്ണ, സൂഡോമോണസ്, മണ്ണിര കമ്പോസ്റ്റ്, നിംബിസിഡിൻ തുടങ്ങി 16 ഇനങ്ങളാണ് വിതരണം ചെയ്തത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ പോഷക സമൃദ്ധി കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം കർഷകർക്ക് നൽകി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസന കാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ P റിജിത്ത്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുനാദേവി എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CATU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 3ാം ഘട്ട മത്സ്യവിൽപ്പന നടത്തി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി VS ശ്രീനിഷ്, കുഞ്ഞുമോൻ, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ തൊഴിലാളികൾ മത്സ്യക്കച്ചവടം നടത്തി 90,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരുന്നു. മത്സ്യവിൽപ്പനയുടെ ആദ്യഘട്ട കച്ചവടം തൃശൂർ ജില്ലയിലും പാലക്കാട്, മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലുമായി 19 വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളും ഇട്ടാണ് നടത്തിയത്. രണ്ടാം ഘട്ടം എരുമപ്പെട്ടി സെന്ററിലും പൂർത്തിയായി. സെപ്റ്റംബർ 11-ന് വെള്ളറക്കാട് നടക്കുന്ന 4ാം ഘട്ടത്തോടെ മത്സ്യവിതരണ തൊഴിലാളികളുടെ മാതൃകാപരമായ പ്രവർത്തനത്തിന് സമാപനമാകും. പുന്നൂർ അകലാട് ലിഗോളാസ് ചാരിറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് ദാനവും പുരസ്കാര വിതരണവും നടന്നു. മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് MV ഷക്കീർ ഉദ്ഘാടനം ചെയ്തു. മേഖലയിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും നിർധന കുടുംബത്തിനുള്ള തയ്യൽ മെഷീൻ വിതരണവും നിർധന രോഗികൾക്കുള്ള ചികിത്സാ സഹായ വിതരണവും സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന അകലാട് നബവി ആംബുലൻസ് ടീമിനുള്ള പുരസ്കാര വിതരണവുമാണ് നടത്തിയത്. സമിതി പ്രസിഡന്റ് അബൂബക്കർ പെരുമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന കൌൺസിൽ അംഗം KK ഹംസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K കമറുദ്ദീൻ, ഫൈസൽ കുന്നമ്പത്ത്, നിസാർ മൂത്തേടത്ത്, വാർഡ് മെമ്പർ ബിൻസി റഫീഖ്, മുഹമ്മദ് കുട്ടി പെരുമ്പുള്ളി, റഫീഖ് പാപ്പച്ചൻ, K സമദ്, PM താജുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആഫിഖ് സ്വാഗതവും P ഷക്കീർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നൂർകുളം. വില്ലന്നൂർ കാരുകുളം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാരുകുളം വിവേകാനന്ദ സേവാ സമിതിയുടെയും
വൃന്ദാവനം മാതൃസമിതിയുടെയും നേതൃത്വത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടക്കുന്നത്. ചതുർത്ഥി നാളിൽ നിമജ്ജനം ചെയ്യാനുള്ള ഗണപതി വിഗ്രഹം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വ്യാഴാഴ്ച രാവിലെ പ്രതിഷ്ഠിച്ചു. ശനിയാഴ്ച ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി വിപിൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളും കൂട്ടു ഗണപതി ഹോമവും നടക്കും. തുടർന്ന് ഗണേശ വിഗ്രഹം ഗ്രാമപ്രദക്ഷിണ നടത്തി ചാവക്കാട് ദ്വാരക ബീച്ചിൽ നിമജ്ജനം ചെയ്യും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകും. പഴഞ്ഞി പള്ളി പെരുന്നാളിന് മുന്നോടിയായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കിയ ടീസർ മ്യൂസിക് വീഡിയോ ശ്രദ്ധേയമാകുന്നു. പെരുമയുള്ള പെരുന്നാൾ എന്ന പേരിൽ പുറത്തിറക്കിയ ടീസറിന് സംഗീതവും ആലാപനവും നിർവഹിച്ചത് നിർമ്മിത ബുദ്ധിയാണ്. ബോസ് മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ടീസർ ഷൈൻ ഫോട്ടോഗ്രഫി എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തിറങ്ങിയത്. ടീസറിലെ മുൻവർഷങ്ങളിലെ പെരുന്നാളിന്റെ ഹെലിക്യാം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളുടെ ഛായാഗ്രാഹകൻ ഷൈൻ ജോയാണ്. ശ്രീരേഷ് കണ്ണൂർ എഡിറ്റിംഗും ഓഗി പഴഞ്ഞി കളറിംഗും നിർവഹിച്ചു. ഫുജിൻ പഴഞ്ഞിയുടേതാണ് വരികൾ. ടോബി ടോസ് ഡിസൈൻ, മിഥുൻ ബോസ്, അഫിൻ എന്നിവരും പിന്നണിയിൽ പ്രവർത്തിച്ചു. ഒക്ടോബർ 2-3 തീയതികളിലാണ് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തിറങ്ങിയ AI ടീസർ വൈറലായിരിക്കുകയാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. വയനാടിന് കൈത്താങ്ങാകാൻ സോപ്പ് ചലഞ്ചുമായി മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ. വയനാട്ടിൽ നാഷണൽ സർവീസ് സ്കീം നിർമ്മിക്കുന്ന 150 വീടുകൾക്കായുള്ള ധനസമാഹരണാർത്ഥം 2000 സോപ്പുകൾ വിപണനം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് സ്കൂളിലെ 100ഓളം വരുന്ന NSS പ്രവർത്തകർ. പദ്ധതിയുടെ ഉദ്ഘാടനവും നഗരസഭയുടെ ഗ്രീൻ പ്രോട്ടോകോളിന് പിന്തുണയുമായി NSS ഒരുക്കിയ പ്ലാസ്റ്റിക് കളക്ഷൻ ബിന്നിന്റെ സമർപ്പണവും നഗരസഭാ സെക്രട്ടറിയും ശുചിത്വ മിഷൻ തൃശൂർ ജില്ലാ കോർഡിനേറ്ററുമായ KK മനോജ് നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ രമണി പ്രേമദാസൻ, PTA പ്രസിഡന്റ് ചന്ദ്രദാസ് K, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രോഹിണി, പ്രിൻസിപ്പാൾ ശ്രേയസ് GP, മാനേജ്മെന്റ് പ്രതിനിധി രാജു മാരാത്ത്, ഗിരിജ K, രശ്മി A നായർ, NSS വോളണ്ടിയർമാർ, PTA അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിന്റെ ഭാഗമായി നടത്തിവരാറുള്ള മുട്ടുകുത്തൽ വഴിപാട് വ്യാഴാഴ്ച രാത്രി സുവിശേഷ മഹായോഗത്തിന് ശേഷം നടന്നു. കഴിഞ്ഞ നാളുകളിൽ മാതാവിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച നിരവധി വിശ്വാസികളാണ് മുട്ടുകുത്തൽ വഴിപാട് സമർപ്പണത്തിനായി വ്യാഴാഴ്ച രാത്രി പള്ളിയിലെത്തിയത്. 8 നോമ്പാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, പകൽ ധ്യാനയോഗം എന്നിവ തുടരുന്നു. 8 നോമ്പ് സുവിശേഷ യോഗത്തിൽ തിങ്കളാഴ്ച ഫാദർ പൗലോസ് പാറേക്കര കോർ എപ്പിസ്കോപ്പ, ഫാദർ സേവറിയോസ് തോമസ്, ബുധനാഴ്ച രാത്രി ഫാദർ മാത്യൂസ് ഈരാളി എന്നിവർ വചനപ്രഘോഷണം നടത്തി. വ്യാഴാഴ്ച രാവിലെ ഫാദർ ജോൺ കുളങ്ങാട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. രാവിലെ നടന്ന പകൽ ധ്യാനയോഗം ഫാദർ ജോമോൻ ജോസഫ് നയിച്ചു. രാത്രി നടക്കുന്ന സുവിശേഷ യോഗത്തിൽ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ വചനപ്രഘോഷണം നടത്തും. 8 നോമ്പ് സുവിശേഷ മഹായോഗത്തിന്റെ സമാപന ദിവസം വെള്ളിയാഴ്ച രാത്രി ഫാദർ ഏലിയാസ് അരീക്കൽ വചനപ്രഘോഷണം നടത്തും. 7-ാം തീയതി വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവ നടക്കും. 8-ന് ഞായറാഴ്ച പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. CCTV ന്യൂസ് പെരുമ്പിലാവ്. മാറഞ്ചേരി പഞ്ചായത്ത് തല കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരമുക്ക് PNUP സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘയോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ റജുല ആലുങ്ങൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഹിലർ കാഞ്ഞിരമുക്ക്, ബൽക്കീസ് തൈപ്പറമ്പിൽ, AEO ശ്രീജ ടീച്ചർ, ഫോറം കൺവീനർ VK പ്രശാന്ത്, PTA പ്രസിഡന്റ് സുജീർ, MPTA പ്രസിഡന്റ് സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പഴഞ്ഞി ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ക്യാമ്പ്. തൃശൂർ ജില്ലാ തായ്ക്കൊണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാവായ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി AS അനന്തകൃഷ്ണനെ സ്കൂളിലെ PTA MPTA കമ്മിറ്റി അനുമോദിച്ചു. PTA പ്രസിഡന്റ് സുനിൽ വയലത്തൂർ മൊമെന്റോ നൽകി ആദരിച്ചു. അഞ്ഞൂർ ഗ്രാമീണ വായനശാല നടത്തിയ ചിറ്റഞ്ഞൂരിലെ ചിത്രകാരൻ നാഗഭൂഷന്റെ സ്മരണാർത്ഥം നടന്ന ചിത്രരചനയിൽ 1ാം സ്ഥാനം നേടിയ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിലെ ഫാത്തിമ മാവിഷനുള്ള വായനശാലയുടെ ഉപഹാരം PTA MPTA അംഗങ്ങൾ ചേർന്ന് കൈമാറി. പ്രധാനാധ്യാപകൻ ഫ്രാൻസിസ്, PTA വൈസ് പ്രസിഡന്റ് രമേശ് ചെമ്പിൽ, PTA MPTA അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 2023-24 സാമ്പത്തിക വർഷത്തെ രണ്ടാം ഘട്ട സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായുള്ള പബ്ലിക് ഹിയറിംഗ് നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പബ്ലിക് ഹിയറിംഗ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ജയൻ പാണ്ഡ്യത്ത്, ശരത് രാമനുണ്ണി, രമാ ബാബു, TO ജോയ്, CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ MM നാസു സോഷ്യൽ ഓഡിറ്റിംഗ് പബ്ലിക് ഹിയറിംഗും സോഷ്യൽ ഓഡിറ്റിംഗ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ PN ശ്രീതു റിപ്പോർട്ട് അവതരണവും നടത്തി. റിപ്പോർട്ട് അവതരിപ്പിച്ച ശേഷം റിപ്പോർട്ടിന് മേൽ നടന്ന ചർച്ചയ്ക്ക് ചൊവ്വന്നൂർ ബ്ലോക്ക് ജോയിന്റ് BDO ജുജു ജോർജ് മറുപടി നൽകി. വിവിധ വാർഡുകളിൽ നിന്നായി തൊഴിലുറപ്പ് തൊഴിലാളികൾ, പൊതുജനങ്ങൾ, വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ഹിയറിംഗിൽ പങ്കാളികളായി. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായ വിവേക്, ബൈജു, വിൻസെന്റ്, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ, ഓവർസിയർ VA അരുൺ, അക്കൌണ്ടന്റുമാരായ ജിനി TK, സുഷ രാജീവ് എന്നിവർ ഹിയറിംഗിന് നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ ഭാഗമായി ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള ബ്രഹ്മകുളം ബ്രാഞ്ചിൽ വഴിയോര ചിത്രരചന സംഘടിപ്പിച്ചു. വഴിയോര ചിത്രരചനയുടെ ഉദ്ഘാടനം ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം BR സന്തോഷ് അധ്യക്ഷനായി. നേതാക്കളായ TC ശ്രീജിത്ത്, ജാൻസി മാസ്റ്റർ, ശ്രീബിത ഷാജി, TP സന്ദീപ്, KB ഇന്ദ്രജിത്ത്, അർച്ചന അശോക്, നിരഞ്ജന B സന്തോഷ് എന്നിവർ സംസാരിച്ചു. തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകരുന്ന ഗുരുനാഥരെ ആദരിച്ച് അധ്യാപക ദിനാഘോഷം. വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികളാണ് നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് മണ്ഡലം ചെമ്മണ്ണൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അധ്യാപക ദിനാഘോഷത്തിൽ ചെമ്മണ്ണൂരിൽ നിന്നും പ്രധാന അധ്യാപകരായി വിവിധ സ്കൂളുകളിൽ സേവനം അനുഷ്ഠിക്കുന്ന സജീവ് മാസ്റ്റർ, ജോഷി മാസ്റ്റർ, ഷിൻഡോ മാസ്റ്റർ എന്നിവരെ കുന്നംകുളം നഗരസഭാ കൗൺസിലറും ആർത്താറ്റ് മണ്ഡലം പ്രസിഡന്റുമായ മിഷ സെബാസ്റ്റ്യൻ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ആൻഡോ ടെൻസൺ, ആർത്താറ്റ് മണ്ഡലം സെക്രട്ടറി രാജേഷ് VM എന്നിവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം ബഥാനിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ അധ്യാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികൾ പൂച്ചെണ്ടുകളും മധുരവും നൽകി സ്വീകരിച്ചു. ബദനി മാനേജ്മെന്റിന്റെയും കോളേജ് യൂണിയന്റെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC അധ്യാപക ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ CL ജോഷി, കോളേജ് യൂണിയൻ ചെയർമാൻ ജോൺ ക്ലിന്റ്, വൈസ് ചെയർമാൻ നീരജ വിജയൻ എന്നിവർ അധ്യാപക ദിന ആശംസകൾ നേർന്നു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ അധ്യാപക ദിനാഘോഷത്തിൽ 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂരിനെ പൊന്നാടയും ബൊക്കയും നൽകി സഹപ്രവർത്തകർ ആദരിച്ചു. പ്രിയപ്പെട്ട അധ്യാപകർക്കുള്ള കത്തുകൾ, ആശംസാ കാർഡുകൾ, ബൊക്കകൾ എന്നിവ വിദ്യാർത്ഥികൾ തയ്യാറാക്കി അധ്യാപകർക്ക് സമ്മാനിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ ഡോക്ടർ S രാധാകൃഷ്ണനെക്കുറിച്ച് കുട്ടികളോട് വിശദീകരിച്ചു. അധ്യാപകർക്കായി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അധ്യാപകരായ നിസ്മി, പ്രസി എന്നിവർ നേതൃത്വം നൽകി. അധ്യാപക ദിനത്തിൽ മുൻ അധ്യാപികയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിച്ച് കുനമുച്ചി സത്സംഗ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അങ്കണവാടി മുൻ അധ്യാപികയുമായ മിനി ജയനെയാണ് കൂനമുച്ചിയിലെ സത്സംഗ് പ്രവർത്തകർ അധ്യാപക ദിനത്തിൽ ആദരിച്ചത്. ആദര സമ്മേളനം കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജയൻ പാണ്ഡ്യത്ത് അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് മിനി ജയനെ പൊന്നാട അണിയിച്ചു. കോവിഡ് കാലത്തെ കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച പ്രസിഡന്റിനെ കോവിഡിനെ അതിജീവിച്ച കേരളം എന്ന പുസ്തകം അധ്യാപക ദിനത്തിന്റെ ഉപഹാരമായി സത്സംഗ് ചെയർമാൻ മേജർ PJ സ്റ്റേജു സമ്മാനിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ അധ്യാപക ദിന സന്ദേശം നൽകി. അധ്യാപക ദിനത്തിൽ മുൻ അങ്കണവാടി അധ്യാപിക എന്ന നിലയിലെ ഈ ആദരം അങ്കണവാടി കുട്ടികളുടെ പുഞ്ചിരി പോലെ സന്തോഷം നൽകുന്നതാണെന്ന് പ്രസിഡന്റ് മറുപടി പ്രസംഗത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള പ്രദേശങ്ങളിലൊന്നാണ് മറ്റം. പഞ്ചായത്ത് പ്രസിഡന്റിനെ ആദരിച്ചതിലൂടെ പഞ്ചായത്തിലെ മുഴുവൻ അധ്യാപകരെയുമാണ് സത്സംഗ് ആദരിച്ചിരിക്കുന്നതെന്ന് ചെയർമാൻ സ്റ്റൈജു അറിയിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അധ്യാപക ദിനത്തിൽ സ്റ്റാഫ് സെക്രട്ടറി ലയ ടീച്ചർ ആശംസകൾ നേർന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഷീന അധ്യാപക ദിന സന്ദേശം നൽകി. എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികൾ ആദരിച്ചു. ബോയ്സ് ഓഫ് അകലാട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അകലാട് AMUP സ്കൂളിലെത്തി അധ്യാപക ദിനം ആഘോഷിച്ചു. കേക്ക് മുറിച്ച് ആശംസകൾ നേർന്നു. പ്രസിഡന്റ് അജ്മൽ, സെക്രട്ടറി ഹാരിസ്, ട്രഷറർ ആഷിഖ്, ഭാരവാഹികളായ ഷഹദ്, അസ്ലം, നഹാസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു.
ചെമ്മന്നൂർ GMLP സ്കൂളിൽ കുട്ടിപ്പള്ളിക്കൂടം നടത്തി. ചെമ്മന്നൂർ GMLP സ്കൂൾ ടീച്ചർമാരാണ് ക്ലാസ് എടുത്തത്. നേരത്തെ നടത്തിയ അസംബ്ലിയിൽ അധ്യാപകർക്ക് കുരുന്നുകൾ കാർഡ് നൽകി ആദരിച്ചു. വലത്തൂർ ഈസ്റ്റ് ALP സ്കൂളിൽ ഹെഡ്മാസ്റ്റർ വി ജിയോ ജോർജ് അധ്യാപക ദിന സന്ദേശം നൽകി. വിദ്യാർത്ഥി പ്രതിനിധി CM ആദിത്യൻ സ്വാഗതം പറഞ്ഞു. ക്ലാസ് ലീഡർമാർ പൂക്കൾ നൽകി അധ്യാപകരെ വരവേറ്റു. സ്കൂൾ അസംബ്ലിയിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതും പത്രവായന നടത്തിയതും പ്രാർത്ഥനയും ദേശീയഗാനവും ആലപിച്ചതും അധ്യാപകരായിരുന്നു. സീനിയർ ടീച്ചർ AACC ഡോക്ടർ S രാധാകൃഷ്ണനെ അനുസ്മരിച്ചു. തൊഴിലുകളുടെ മഹത്വം വിളിച്ചോതുന്ന ഓപ്പൺ സ്കിറ്റും അധ്യാപനത്തിന്റെ ശ്രേഷ്ഠത വിളിച്ചോതുന്ന സ്കിറ്റും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. അധ്യാപക ദിന പരിപാടികൾക്ക് സ്കൂൾ ലീഡർ ആൻവെൽ, സ്റ്റാഫ് സെക്രട്ടറി N ജോളി ജോസ്, അധ്യാപകരായ വിൻസി ജോസ്, ഫ്ലെമി C പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. വന്നേരി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ അധ്യാപക ദിനാഘോഷം നടത്തി. സ്കൂൾ ചെയർമാൻ ഷംനാദ് ഉദ്ഘാടനം ചെയ്തു. ബർസ കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് ഷഹദർ, P നഫ്സിൻ, ദിൽന ഷെറിൻ, M മിൻഹ, അധ്യാപകരായ K സ്മിത, ആയിഷ ഫർസാന, NSS കോർഡിനേറ്റർ M അൻവർ റഷീദ് എന്നിവർ സംസാരിച്ചു. എല്ലാ അധ്യാപകരെയും വളണ്ടിയേഴ്സ് ആശംസാ കാർഡുകൾ കൈമാറി ആദരിച്ചു. ഷഫ്സ സിദ്ദിഖ് സ്വാഗതവും K മാളവിക നന്ദിയും പറഞ്ഞു. ഒരുമനിയൂർ AUP സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരത്തിലെ വിജയിക്കുള്ള സമ്മാനദാനം നടന്നു. സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരുടെ പേരുകൾ പഴയ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നും കൃത്യമായി ഓർത്തു പറയുന്നതായിരുന്നു മത്സരം. മത്സരത്തിൽ വിജയിയായ പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപികയുമായ രജനി ടീച്ചർക്ക് പ്രധാന അധ്യാപക ഷിനി ഫ്ലവർ സമ്മാനം നൽകി. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയ്ക്കു വേണ്ടി ഷെബീർ, വിനോദ് ഒരുമനിയൂർ, ഗിൽബർട്ട്, സ്കൂൾ അധ്യാപിക ശാലിനി ടീച്ചർ, PTA പ്രസിഡന്റ് റസാഖ്, MPTA പ്രസിഡന്റ് അഭിനി, രാംകുമാർ മാങ്ങോട്ട് എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ പ്രധാനാധ്യാപകൻ G. ജോർജ് അധ്യാപക ദിന സന്ദേശം നൽകി. സ്കൂൾ PTA, MPTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ അധ്യാപകർക്ക് സ്നേഹാദരവ് നൽകി. മുഴുവൻ അധ്യാപകരെയും മൊമന്റോ നൽകി ആദരിച്ചു. കുട്ടികൾ അധ്യാപകരായി വന്നതും ക്ലാസ് എടുത്തതും പുതുമയായി. ആശംസാ കാർഡ് തയ്യാറാക്കിയും കലാപരിപാടികൾ അവതരിപ്പിച്ചും കുട്ടികൾ പരിപാടിക്ക് മാറ്റേകി. PTA പ്രസിഡന്റ് G. മോൻ ജെയിംസ്, വൈസ് പ്രസിഡന്റ് ലക്ഷ്മണൻ MK, PTA എക്സിക്യൂട്ടീവ് അംഗം സോണി സക്കറിയ, MPTA പ്രസിഡന്റ് ജൂബി സജി, വൈസ് പ്രസിഡന്റ് ഹേമ സുജിത്ത് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ CC KT, നിസ വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. NSSന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് 4 തവണ സംസ്ഥാന അവാർഡ് ലഭിച്ച ആഹ്ലാദത്തിലാണ് പഴഞ്ഞി ഗവൺമെന്റ് VHSയിലെ അധ്യാപകൻ P രഞ്ജിത്ത്. സമർപ്പിത സേവനവും നേതൃത്വപരമായ മികവുമാണ് രഞ്ജിത്ത് മാഷിനെ വ്യത്യസ്തനാക്കുന്നത്. 2 തവണ മികച്ച പ്രോഗ്രാം ഓഫീസറായും 2 തവണ മികച്ച പ്രോഗ്രാം കോർഡിനേറ്ററായും സംസ്ഥാന അവാർഡ് ഈ അധ്യാപകനെ തേടിയെത്തി. ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതോടൊപ്പം VHSE വിഭാഗം NSS യൂണിറ്റിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ് P രഞ്ജിത്ത്. ചാലിശ്ശേരി പയ്യഴി ദീപസാര വീട്ടിൽ താമസിക്കുന്ന രഞ്ജിത്തിന് 2011 മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡ് ലഭിച്ചത്. വിദ്യാർത്ഥികളുമായി അയ്യൂർ വാർഡിൽ മുഴുവൻ വീടുകളിലും ഞാലിപ്പൂവൻ വാഴക്കന്ന് നട്ടുപിടിപ്പിക്കുകയും സമൂഹത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തതോടെ മികച്ച NSS യൂണിറ്റിനുള്ള അവാർഡ് പഴഞ്ഞി ഗവൺമെന്റ് സ്കൂളിനും ലഭിച്ചു. 2013 രാമപുരം വാർഡിൽ മുഴുവൻ വീടുകളിലും മാലിന്യ സംസ്കരണത്തിന് പൈപ്പ് കമ്പോസ്റ്റ് സിസ്റ്റം സ്ഥാപിച്ചതിലൂടെ 2ാം തവണയും P രഞ്ജിത്തിനും ഗവൺമെന്റ് സ്കൂളിനും സംസ്ഥാന അവാർഡ് ലഭിച്ചു. 2019-2023 വർഷത്തിലാണ് മികച്ച പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള അവാർഡ് രഞ്ജിത്തിന് ലഭിച്ചത്. നന്മയും സമൂഹത്തോട് കരുതലുമുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റുവാനാണ് പരിശ്രമിക്കുന്നതെന്ന് P രഞ്ജിത്ത് പറഞ്ഞു. ശരാശരി അധ്യാപകൻ എന്നതിൽ നിന്ന് ഒരു സംസ്ഥാന പ്രോഗ്രാം കോർഡിനേറ്റർ എന്ന രീതിയിലേക്ക് എന്നെ ഉയർത്തിയത് നാഷണൽ സർവീസ് സ്കീമും അതിൻ്റെ കുട്ടികളും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകരുമാണ്. 2007 പഴഞ്ഞി സ്കൂളിൽ ഒരു ശരാശരി സാധാരണ അധ്യാപകനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അവിടുന്ന് അങ്ങോട്ട് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാം ഓഫീസറായും ജില്ലാ കോർഡിനേറ്ററായും മോണിറ്ററിംഗ് ഓഫീസറായും ഒക്കെ മുന്നോട്ട് പോകാനും വിദ്യാർത്ഥികളുടെ ഒപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കാനും സാധിച്ചു. വിദ്യാർത്ഥികളെ അറിയുക, വിദ്യാർത്ഥികളെ മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അംഗീകാരങ്ങൾ നമ്മളെ തേടിവരുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പഴഞ്ഞി MD കോളേജിലെ അധ്യാപികയായ ശ്രീകലയാണ് രഞ്ജിത്തിന്റെ ഭാര്യ. ദീപ്ത, സാരംഗ് എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
കാറ്ററിംഗ് സർവീസുമായി കുടുംബശ്രീ പ്രവർത്തകർ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് കിച്ചൺ കാറ്ററിംഗ് സർവീസ് ആരംഭിച്ചു. 12ാം വാർഡിലെ ചൂരക്കുളം ഐശ്വര്യ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് സ്മാർട്ട് കിച്ചൺ എന്ന പേരിൽ കാറ്ററിംഗ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ കാറ്ററിംഗ് സർവീസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ അധ്യക്ഷനായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡ്യത്ത്, PK അസീസ്, ശരത് രാമനുണ്ണി, അഡ്വക്കേറ്റ് PV നിവാസ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, വൈസ് ചെയർപേഴ്സൺ ഭാനു ദാസൻ, അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ്, പഞ്ചായത്ത് വികസന സമിതി അംഗം ജെയിംസ് കാട്ടൂക്കാരൻ എന്നിവർ സംസാരിച്ചു. മിതമായ നിരക്കിൽ രുചികരമായ ഭക്ഷണം വിളമ്പുക എന്ന ലക്ഷ്യത്തോടെയാണ് കുടുംബശ്രീ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാറ്ററിംഗ് യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത്. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷവും ഗണേശ സംഗീതോത്സവവും സെപ്റ്റംബർ 6, 7, വെള്ളി, ശനി തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് സംഗീതോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടക്കും. 250-ലേറെ സംഗീതാർത്ഥികൾ പങ്കെടുക്കുന്ന സംഗീതോത്സവത്തിൽ ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ ശ്രീദേവി അങ്ങാടിപ്പുറം എന്നിവരുടെ സ്പെഷ്യൽ കച്ചേരികളും വിവിധ ഉപകരണ സംഗീതങ്ങൾ, ഗുരുവായൂർ ജ്യോതിദാസ് ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന പഞ്ചരത്ന അഷ്ടപതി എന്നിവയും ഉണ്ടായിരിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവം ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. 7-ാം തീയതി ശനിയാഴ്ച വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 10,000-ഓളം അപ്പം, അട, മോദകം എന്നിവ നിവേദിക്കും. ശനിയാഴ്ച ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടുണ്ടായിരിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പരിപാടികൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി സുനീഷ് അയിനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ, മെമ്പർമാരായ KK മണികണ്ഠൻ, EG ഷാജി എന്നിവർ പങ്കെടുത്തു. 10,000-ലധികം അപ്പം, അട, മോദകം കൂടിയിട്ട് നിവേദിക്കുന്ന ഒരു വിശേഷാല അവസരം കൂടിയാണ്. അന്ന് അഷ്ടാഭിഷേകം ഉണ്ടായിരിക്കും. ശനിയാഴ്ച ക്ഷേത്രത്തിൽ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളെ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള നടപ്പന്തലില് ഭക്തജനങ്ങൾക്ക് കൃത്യമായിട്ട് വരി നിൽക്കുവാനും അതിനുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ക്യൂ സിസ്റ്റം ഏർപ്പാടാക്കിയിട്ടുണ്ട്. CCTV ന്യൂസ് കുന്നംകുളം. കടപ്പുറം പഞ്ചായത്തിൽ പണി കഴിഞ്ഞ സൈക്ലോൺ ഷെൽട്ടർ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും തുറന്നുകൊടുക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി C. മുസ്താഖ് അലി കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത സൈക്ലോൺ ഷെൽട്ടർ പ്രകൃതിക്ഷോഭമില്ലാത്ത ഘട്ടങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും കുടുംബത്തിലെ കല്യാണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ചെറിയ വാടകയ്ക്ക് നൽകാമെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും വലിയ തുക കൊടുത്ത് കല്യാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി മറ്റു ഹാളുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും സൈക്ലോൺ ഷെൽട്ടർ അടിയന്തരമായി തുറന്നു നൽകണമെന്നും C. മുസ്താഖ് അലി ആവശ്യപ്പെട്ടു. കടപ്പുറം പഞ്ചായത്തിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള സൈക്ലോൺ ഷെൽട്ടർ അടിയന്തരമായി തുറന്നു കൊടുക്കണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന പ്രകൃതിക്ഷോഭത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ മാറ്റി താമസിക്കുന്നതിനാവശ്യമായി കോടിക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ടാണ് കടപ്പുറത്തെ സൈക്ലോൺ ഷെൽട്ടർ പണിതിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ അല്ലാത്ത സമയങ്ങളിൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ചെറിയ വാടകയിൽ കല്യാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നടത്തുന്നതിനാവശ്യമായി ഈ ഹാൾ തുറന്നു കൊടുക്കണം. ജില്ലാതല സ്കൂൾ തായ്ക്കൊണ്ടോ മത്സരത്തിൽ സ്വർണം നേടി നാടിനും വിദ്യാലയത്തിനും അഭിമാനമായിരിക്കുകയാണ് CS മെഗ്ബിൾ. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മെഗ്ബിൾ കഴിഞ്ഞ 6 വർഷത്തിലേറെയായി ഈ രംഗത്തുണ്ട്. തായ്ക്കൊണ്ടോ പരിശീലനം ആരംഭിച്ച് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാൻ തുടങ്ങിയെങ്കിലും വിജയം നേടാനാകാതെ പോവുകയായിരുന്നു. ചിട്ടയായ പരിശീലനത്തിലൂടെയും കഠിന പ്രയത്നത്തിലൂടെയും മത്സരങ്ങളെ സമീപിച്ചതോടെ വിജയവഴിയിലെത്തിയ ഈ മിടുക്കി ജില്ലാതല മത്സരങ്ങളിൽ തന്റെ കുതിപ്പിന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമണിഞ്ഞുകൊണ്ട് ഈ മാസം അവസാനം നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് മെഗ്ബിൾ. കുന്നംകുളം തായ്ക്കൊണ്ടോ ക്ലബ്ബിൽ KL മഹേഷിന്റെ ശിക്ഷണത്തിലാണ് മെഗ്ബിൾ പരിശീലനം നടത്തുന്നത്. സ്വർണ്ണ നേട്ടത്തിലൂടെ സ്കൂളിലെ അഭിമാന താരമായ മെഗ്ബിൾ ചൂണ്ടൽ പഞ്ചായത്തിലെ മഴുവഞ്ചേരി സ്വദേശിനിയാണ്. പിതാവ് ചൊവ്വല്ലൂർ വീട്ടിൽ ഷിബുവിന്റെയും മാതാവ് സീനയുടെയും സഹോദരി ബിയാട്രീസിന്റെയും പിന്തുണയും പ്രോത്സാഹനവും മെഗ്ബിളിന്റെ വിജയത്തിന് കരുത്ത് പകരുന്നുണ്ട്. CCTV ന്യൂസ്, കേച്ചി.
സംസ്ഥാന സർക്കാരിന്റെ പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പോഷകത്തോട്ട വാരാചരണം കടങ്ങോട് കൃഷിഭവനിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രമണി രാജൻ, ബീന രമേശ്, മെമ്പർമാരായ രമ്യ ഷാജി, സിമി KR, കൃഷി അസിസ്റ്റന്റുമാരായ മുരുകേശൻ K, ജോഷി NJ, അരുൺ MS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പോഷകത്തോട്ടത്തിന്റെ ഭാഗമായി ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ കോവൽ, മലബാർ വള്ളിച്ചീര, റെഡ് ലേഡി പപ്പായ, ചെറുനാരങ്ങ, ഡോളോമൈറ്റ്, സമ്പൂർണ്ണ, സുഡോമോണസ്, ട്രൈക്കോഡെർമ, ഫിഷ് അമിനോ ആസിഡ്, സമ്പുഷ്ടീകരിച്ച മണ്ണിര കമ്പോസ്റ്റ്, നിംബിസിഡിൻ എന്നിവ കർഷകർക്ക് വിതരണം ചെയ്തു. ചങ്ങരംകുളം ഒതളൂർ സ്വദേശിയായ യുവാവിനെ കോക്കൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മണിയാറംകുന്നത്ത് ഷംസുദ്ദീനാണ് മരിച്ചത്. 29 വയസ്സാണ്. കോക്കൂരിലുള്ള സുഹൃത്ത് വിഷ്ണുവിന്റെ വീട്ടിലാണ് ഷംസുദ്ദീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുവും അച്ഛൻ വിജയനും താമസിച്ചു വന്ന കോക്കൂർ സ്കൂളിന് സമീപത്തുള്ള വീട്ടിലാണ് ഏതാനും ദിവസമായി ഷംസുദ്ദീൻ താമസിച്ചിരുന്നത്. ഇവർ ബുധനാഴ്ച ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് രാത്രിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് ഷംസുദ്ദീനെ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. കൊല്ലം സ്വദേശിയായ യുവതിയെ വിവാഹം ചെയ്ത ഷംസുദ്ദീൻ വീട്ടിൽ നിന്നും പിണങ്ങി ഏതാനും മാസങ്ങളായി പന്തളം ഭാഗത്താണ് താമസിച്ചു വന്നിരുന്നത്. ഭാര്യ കുവൈറ്റിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഷംസുദ്ദീനും കുവൈറ്റിലേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ഭാര്യയുമായുള്ള വഴക്കിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ചങ്ങരംകുളം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. TMK ഹാളിൽ നടത്തിയ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റഷീദ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു മുഖ്യാതിഥിയായി. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P ഉഷ സ്വാഗതവും ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ ജേക്കബ് നന്ദിയും പറഞ്ഞു. വാർഡ് മെമ്പർമാരായ SK ഖാലിദ് പനങ്ങാവിൽ, ബീന, സരസ്വതി, ശോഭ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിഖിൽ ജോസ് ഫ്രാൻസിസ് വാർദ്ധക്യത്തിലെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചും, കടപ്പുറം പഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാലകൃഷ്ണൻ വയോജനങ്ങൾക്ക് യോഗ പരിശീലനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. വടക്കേക്കാട് CHCയുടെ സഹകരണത്തോടെ സൗജന്യ രക്തപരിശോധനയും കാഴ്ച പരിശോധനയും നടത്തി. CCTV ന്യൂസ്, പുന്നേർകുളം. വെള്ളാറ്റഞ്ഞൂർ പരിശുദ്ധ ഫാത്തിമ മാതാവിന്റെ ദേവാലയത്തിൽ ഒക്ടോബറിൽ ഊട്ടുതിരുനാളിന്റെ ഭാഗമായി തിരുനാൾ കമ്മിറ്റി ഓഫീസ് വികാരി ഫാദർ സൈമൺ തേർമഠം ആശീർവദിച്ച് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ഷാജു PJ, കൈക്കാരന്മാർ, മറ്റു കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 89 രൂപ. ചരമം വടക്കേക്കോട്ടോൾ തോട്ടുപുറത്ത് വീട്ടിൽ പരേതനായ കുമാരൻ മകൻ മോഹനൻ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഷീജ ഭാര്യയും ഹിമ ഹീരൺ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തിതീരത്ത് നടത്തി. തിരുവത്ര കുമാർ AUP സ്കൂളിന് കിഴക്കുഭാഗം താമസിക്കുന്ന പരേതനായ അമ്പലത്ത് വീട്ടിൽ കണ്ണന്നൂർ ഹംസയുടെ മകൾ ഹഫ്സത്ത് BV എന്ന കുഞ്ഞീവി നിര്യാതയായി ഖബറടക്കം നടത്തി. അനീഫ, സുബൈർ, നൌഫൽ, BV, വാഹിദ, ബുഷറ, ഷൈമ എന്നിവർ സഹോദരങ്ങളാണ്. മുണ്ടത്തിക്കോട് തച്ചിലത്ത് തങ്കപ്പൻ നിര്യാതനായി. 80 വയസ്സായിരുന്നു. ഭാരതി ഭാര്യയും ഷീജ, ഷീന, ഷീബ, രമ എന്നിവർ മക്കളുമാണ്. സംസ്കാരം നടത്തി. ചാട്ടുകുളം തെക്കൻ ചിറ്റഞ്ഞൂർ പരേതനായ ആർത്താറ്റ് വീട്ടിൽ കുഞ്ഞാപ്പ മകൻ മോഹനൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടന്നു. അനിത ഭാര്യയും അഹൽ, അനഹ എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് പമ്പ് ഹൗസ് റോഡിൽ കാളിയത്ത് പ്ലാക്കാവിൽ മൊയ്തുണ്ണി നിര്യാതനായി. 76 വയസ്സായിരുന്നു. ഖബറടക്കം പരുവക്കുന്ന് പള്ളി ഖബർസ്ഥാനിൽ നടത്തി. ജമീല ഭാര്യയും ഫൈസൽ, ജാഫർ, ഹാഷിം, ഫസീല എന്നിവർ മക്കളുമാണ്. മരത്തങ്കോട് വള്ളിക്കാട്ടിരി വാസുദേവൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11:30 വീട്ടുവളപ്പിൽ നടക്കും. വത്സലയാണ് ഭാര്യ. രാജേഷ്, സ്മിത, സിന്ധു എന്നിവർ മക്കളാണ്. പുന്നൂർക്കുളം കിഴക്കേച്ചിറായി കളരി ക്ഷേത്രത്തിന് സമീപം പരേതനായ പേങ്ങാട്ടയിൽ കുമാരന്റെയും ചിരമുവിന്റെയും മകൻ പ്രേമൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജയ ഭാര്യയും വിഷ്ണു, വിവേക്, വിനയ്കുമാർ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംരംഭകർക്ക് പുത്തൻ ഉണർവേകി കേരള വിഷന്റെ തൃശൂരിലെ സംരംഭക കൺവെൻഷൻ.
മഹാമാരിക്കാലത്ത് പോലും സമൂഹത്തിനായി നിലകൊണ്ട കേരള വിഷന്റെ പ്രാധാന്യം വലുതാണെന്ന് ചാലക്കുടി MP ബെന്നി ബെഹനാൻ പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംരംഭക കൺവെൻഷൻ MP ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന തൃശൂർ സഹോദയ CBSE വിദ്യാലയങ്ങളുടെ അത്ലറ്റിക് മീറ്റ് സമാപിച്ചു. ആദ്യ ദിനം മുതൽ പോയിന്റ് നിലയിൽ തുടർന്ന മേധാവിത്വത്തോടെ എരവിമംഗലം BVB വിദ്യാമന്ദിർ ഓവറോൾ കിരീടം നേടി. മുളങ്കുന്നത്തുകാവ് KMB വിദ്യാമന്ദിർ രണ്ടാമതെത്തി. സമൃദ്ധിയുടെ പൂവിളികളുമായി വെള്ളിയാഴ്ച അത്തം. അത്തം 10-ന് പൊന്നോണം. ഓണത്തെ വരവേൽക്കാനുള്ള ആവേശത്തിൽ മലയാളി സമൂഹം. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകരുന്ന ഗുരുനാഥരെ ആദരിച്ച് അധ്യാപക ദിനാഘോഷം. വിവിധയിടങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷ പരിപാടികൾ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.